പ്രിയപ്പെട്ടവരെ നമസ്കാരം. റമദാന് മുമ്പ് വീട് വൃത്തിയാക്കുക എന്നുള്ളത് മുസ്ലിം സമൂഹം ചെയ്തു വരുന്ന കാര്യമാണ്. നനച്ചുള്ളി എന്നാണ് അതിനെ പറയുക. വീട് വൃത്തിയാക്കിയതുപോലെ എളുപ്പമാണോ നമ്മുടെ മനസ്സും ഹൃദയവും വൃത്തിയാക്കുക എന്നുള്ളത്? കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടവേളയിൽ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ബാധിച്ച ദുശ്ചിന്തകൾ എത്രയാണ്? ഇത് വീട് വൃത്തിയാക്കിയതുപോലെ എളുപ്പം വൃത്തിയാക്കാൻ സാധിക്കുമോ? നമ്മൾ എത്ര പേരെയാണ് വിലയിരുത്തിയത്? നമ്മുടെ പുറം കാഴ്ചകൾ കൊണ്ട് മാത്രം അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ വേദനകളോ മനസ്സിലാക്കിയാതെ നമുക്ക് അയാളെ വിലയിരുത്താൻ ആരാണ് അധികാരം തന്നത്? നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താനുള്ള ഒരു മാസം കൂടിയാണ് റമദാൻ. നമുക്കറിയാം എൻ്റെ രക്ഷിതാവിനോട് ഞാൻ ചെയ്ത നന്ദികേടുകൾ എത്രയാണെന്ന്. മറ്റുള്ളവർക്ക് അറിയാത്തതുപോലും നമുക്കറിയാം. ഇതെല്ലാം മുന്നിൽ വെച്ച് റമദാനിനെയാണ് നമ്മൾ വരവേൽക്കാൻ പോകുന്നത്. ഒരു കരിമ്പ് ജ്യൂസ് കടയിൽ നിങ്ങൾ പോയാൽ ആ കരിമ്പ് ജ്യൂസുകാരൻ കരിമ്പിനെ മുതലാക്കുന്നത് കണ്ടിട്ടില്ലേ? എല്ലാ ഗുണങ്ങളും വലിച്ചെടുത്ത് അവസാനം ചണ്ടികൾ മാത്രം ബാക്കിയാക്കുന്ന കരിമ്പ് ജ്യൂസുകാരനെ പോലെ റമദാൻ നമുക്ക് മുന്നിലെത്തുമ്പോൾ അതിലെ എല്ലാ ഗുണങ്ങളെയും സത്തകളെയും വലിച്ചെടുത്ത് റമദാനിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.